നമസ്കാരം, ഞാൻ മരിയ. TUV റെയിൻലാൻഡ് NIFE കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ജനഹിതത്തിന്റെ നിറമറിയാൻ അരുവിക്കര പോളിംഗ് ബൂത്തിൽ രാവിലെ മഴ മാറി നിന്ന മണ്ഡലത്തിൽ വോട്ടിംഗിന് നീണ്ട നിര. ആദ്യ 4 മണിക്കൂർ പിന്നിടുമ്പോൾ 34% കടന്ന് പോളിംഗ്. വിജയത്തിൽ തുല്യ പ്രതീക്ഷയുമായി ഇരു മുന്നണികളും BJPയും. മുന്നണികളുടെയും നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കി കേരളം. വോട്ടെടുപ്പ് 8 പഞ്ചായത്തുകളിലെ 154 പോളിംഗ് ബൂത്തുകളിൽ. പോളിംഗ് സമയം വൈകിട്ട് 5 വരെ. പോളിംഗ് ദിനത്തിലെ ആദ്യ സൂചനകൾ മികച്ചതെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. ഇനി ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് M വിജയകുമാർ. നല്ല പ്രതീക്ഷയെന്ന് രാജഗോപാൽ. G കാർത്തികേയൻ തിരഞ്ഞെടുക്കപ്പെട്ട 2011 അരുവിക്കരയിൽ രേഖപ്പെടുത്തിയത് 70.02% വോട്ടുകൾ. പോളിംഗ് ശതമാനം ഉയരുമെന്ന് ആദ്യ സൂചനകൾ. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം തൈക്കാട് സംഗീത കോളേജിൽ. പിന്തുണയുടെ പിന്നാമ്പുറം. ലളിത് മോഡി വിവാദത്തിൽ പ്രതിപക്ഷ പ്രക്ഷോഭവും പ്രതിച്ഛായാ നഷ്ടവും മറന്ന് BJP വസുന്ധരയ്ക്കൊപ്പം. തെളിവുകൾ പ്രതികൂലമായിട്ടും വസുന്ധരയെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനു പിന്നിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള നീക്കം. വസുന്ധര രാജിവെച്ചാൽ വഴി തുറക്കുന്നത് BJPയിൽ പുതിയ പ്രതിസന്ധികൾക്ക്. പ്രതിപക്ഷം സുഷമയുടെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയാൽ ഇടയുന്നത് നേതൃത്വത്തിലെ അദ്വാനി പക്ഷം. ആക്രമണം അരുൺ ജെയ്റ്റ്ലിക്ക് നേരെ നീളുമെന്ന ആശങ്കയിൽ നരേന്ദ്രമോദി. പ്രതിസന്ധി പരിഹാരത്തിന് ഇന്നലെ പ്രധാനമന്ത്രിയുമായും പാർട്ടി അധ്യക്ഷനുമായും അരുൺ ജെയ്റ്റ്ലിയുടെ അടിയന്തര കൂടിക്കാഴ്ച. നീതി ആയോഗ് യോഗത്തിനിടെ ഇന്ന് വസുന്ധരയും നരേന്ദ്രമോദിയെ കാണും. ലണ്ടനിൽ വെച്ച് പ്രിയങ്കയെയും റോബർട്ട് വാദ്രയെയും കണ്ടെന്ന ലളിത് മോഡിയുടെ വെളിപ്പെടുത്തൽ ആയുധമാക്കി BJP. കൂടിക്കാഴ്ചയിൽ രഹസ്യ സ്വഭാവമില്ലെന്ന വിശദീകരണവുമായി കോൺഗ്രസ്. കുരുന്നുകൾക്ക് കണ്ണീർ പ്രണാമം. ദുർവിധി കവർന്ന പൊന്നോമനകൾക്കായി നാടിന്റെ കണ്ണീർ പ്രാർത്ഥന. സ്കൂൾ ബസിന് മുകളിൽ മരം വീണ 5 കുരുന്നു ജീവൻ പൊലിഞ്ഞതിന്റെ നടുക്കം മായാതെ കേരളം. 5 സ്കൂൾ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടം ഇന്നലെ വൈകിട്ട് കോതമംഗലം നെല്ലിമറ്റത്ത്. മരണമടഞ്ഞത് കറുകടം വിദ്യാവികാസ് സ്കൂളിലെ കൃഷ്ണേന്ദു, അമിൻ ജാബിർ, ഇസ സാറ എൽദോ, ഗൗരി, ജോഹൻ എന്നീ വിദ്യാർത്ഥികൾ. ദുരന്തം സംഭവിച്ചത് വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെ. സ്കൂൾ ബസ് തകർത്തത് കാറ്റിലും മഴയിലും റോഡരികിൽ നിന്ന് കടപുഴകി വീണ കൂറ്റൻ മരം. അപകടത്തിൽ 7 കുട്ടികൾക്ക് പരിക്ക്, ഒരാളുടെ നില ക്രൂരതയ്ക്ക് അതിരില്ലാതെ. 3 ഭൂഖണ്ഡങ്ങളിലായി ഇന്നലെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നടുക്കം മാറാതെ ലോകം. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലെ ആക്രമണം കുവൈറ്റിലും ടുണീഷ്യയിലും കിഴക്കൻ ഫ്രാൻസിലും. 3ഇടത്തുമായി കൊല്ലപ്പെട്ടത് 63 പേർ. ടുണീഷ്യയിലെ സൂസിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ തീവ്രവാദി വെടിവയ്പിൽ മരണം 37. വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ കുവൈറ്റിലെ ഷിയ പള്ളിയിൽ ഉണ്ടായത് ചാവേർ സ്ഫോടനം. മരിച്ചത് ഇന്ത്യക്കാരനുൾപ്പെടെ 25 പേർ. കിഴക്കൻ ഫ്രാൻസിലെ ഗ്യാസ് ഫാക്ടറിയിൽ ഭീകരൻ തലയറുത്തു കൊന്നത് ഒരാളെ. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. TUV റെയിൻലാൻഡ് NIFE കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.